Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഇന്ന് 30-ാം തീയതി ഏപ്രിൽ 30-ന് മെയ് 4-ന് നടക്കുന്ന നീറ്റ് 2025 എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ NTA അനൗൺസ് ചെയ്തിരിക്കുന്നു. അതിനായി 2025 എൻട്രൻസ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന 22 lakhs വിദ്യാർത്ഥികൾക്കും neet.nta.nic.in എന്ന വെബ്സൈറ്റിലേക്ക് എൻ്റർ ആയതിനു ശേഷം ആ പ്രൊഫൈൽ പേജിലേക്ക് എൻ്റർ ആവുമ്പോൾ നമുക്ക് 30/4/2025 പബ്ലിക് നോട്ടീസ് നമുക്ക് കാണാം. എല്ലാ കാൻഡിഡേറ്റ്സിനും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള നോട്ടിഫിക്കേഷൻ. ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ പേജിൽ നിന്നും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗിലേക്ക് നാം എൻ്റർ ആവണം. NTA വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റിലേക്കാണ് നാം ആദ്യം എൻ്റർ ആവുന്നത്. ഈ ഹോൾ ടിക്കറ്റിന് 2025 ഈ ഹോൾ ടിക്കറ്റിന് 3 pages ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 2 പേജാണ് ഹോൾ ടിക്കറ്റായി അഡ്മിറ്റ് കാർഡായി നാം എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. 3-ാമത്തെ പേജ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആദ്യത്തെ 2 പേജ് നാം പ്രിന്റ് എടുക്കുമ്പോൾ അത് കളറായോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രിന്റ് എടുക്കാം. എങ്കിലും ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിൽ കളർ പ്രിന്റ് ഔട്ട് തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതാവുക. ഇനി ഈ 2 ഷീറ്റിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നാം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഹോൾ ടിക്കറ്റിനകത്ത് 3 കാര്യങ്ങൾ ഏറ്റവും ടോപ്പിൽ തന്നെ കാൻഡിഡേറ്റ് നാം അപ്ലോഡ് ചെയ്ത സമയത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്തുള്ള ആ സെയിം ഫോട്ടോ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ കൃത്യമായി അതിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ QR കോഡും ബാർ കോഡും കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ 4 കാര്യങ്ങളാണ് ഹോൾ ടിക്കറ്റിൽ ഏറ്റവും ടോപ്പ് പേജിൽ തന്നെ നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ഈ ഹോൾ ടിക്കറ്റ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നാം എന്താണോ കൊടുത്തത് അതിവിടെ നമുക്ക് റീഡ് ചെയ്യാം. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 4th May 2025. ദെൻ റിപ്പോർട്ടിംഗ് എൻട്രി 11 AM 11 മണിക്കാണ് നാം എൻട്രി ചെയ്യേണ്ടത്. നമുക്കറിയാം 2 മണിക്കാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 മണി മുതൽ നമുക്ക് എക്സാം സെന്ററിലേക്ക് എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ദെൻ ഗേറ്റ് ക്ലോസിംഗ് ടൈം 1:30 PM 1:30 മുമ്പായി എക്സാം സെന്ററിൽ നാം എൻട്രി ആയിരിക്കണം. അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം എക്സാമിനേഷൻ സെന്ററിലേക്ക് എൻട്രി ചെയ്യാൻ ഒരു കാരണവശാലും പെർമിഷൻ തരത്തില്ല. നമ്മൾ ഈ വർഷം മനസ്സിലാക്കണം, വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഗവൺമെന്റ് ക്യാമ്പസുകളിലും അൺഎയ്ഡഡ് ക്യാമ്പസുകളിലുമായി ഒരു പ്രൈവറ്റ് സെക്ടർ പോലും ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് NTA എക്സാം സെന്ററായി എടുത്തിട്ടില്ല. പകരം ഏറ്റവും സിസ്റ്റമാറ്റിക്കായും കൺട്രോൾഡായും നടക്കാൻ പോലീസ് സേനയുടെയും സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ സ്ട്രിക്ട് പാറ്റേണിലാണ് 2025 NTA എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷൻ NTA നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് 11 മണിക്ക് ശേഷം 1:30 ബിഫോർ കൃത്യമായി എക്സാം സെന്ററിൽ എൻ്റർ ആവാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ടെസ്റ്റ് സെന്റർ നമ്പർ, ടെസ്റ്റ് സെന്റർ നെയിം, ടെസ്റ്റ് സെന്റർ അഡ്രസ്. ഇത് കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കണം. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മുടെ എക്സാമിനേഷൻ സെന്റർ ഏത് സെന്ററിൽ ഏത് ടൗണിൽ വെച്ചാണ് എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഒരു ടൗണിൽ തന്നെ ചിലപ്പം സെയിം നെയിമിൽ 2 സ്കൂളുകളൊക്കെ ഉണ്ടാവാം. LP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഒരു കോളേജും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നാം അത് തെറ്റിദ്ധരിച്ചിട്ട് ആ ദിവസം എക്സാമിനേഷൻ സെന്ററിലേക്ക് നാം വേറൊരു തെറ്റിദ്ധരിച്ച് ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് സമയം പാഴാകുന്ന രീതികളൊക്കെ ഒഴിവാക്കാൻ നേരത്തെ തന്നെ നമ്മുടെ എക്സാമിനേഷൻ സെന്റർ അല്ലെങ്കിൽ എക്സാമിനേഷൻ ലഭിച്ചിരിക്കുന്ന സ്കൂള് ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഹോൾ ടിക്കറ്റിന്റെ താഴെ നമുക്ക് 3 കോളം കാണാം. അതിന്റെ ഫസ്റ്റ് കോളത്തിൽ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്തുള്ള സെയിം ഫോട്ടോഗ്രാഫ് നാം ഇവിടെ പേസ്റ്റ് ചെയ്യണം. നാം മനസ്സിലാക്കുക, നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ആ ഫോട്ടോയിൽ താഴെ പേരുണ്ടായിരുന്നു, പേരെടുത്തിരുന്ന ഡേറ്റ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് യൂസ് ചെയ്ത സെയിം പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി 2-ാമത്തെ കോളത്തിൽ കാൻഡിഡേറ്റ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ ഇവിടെ കൊടുക്കുക. ഇനി തമ്പ് ഇംപ്രഷൻ നമ്മൾ യൂസ് ചെയ്യിക്കുന്ന സ്റ്റാമ്പ് പാഡ് നമുക്ക് വയലറ്റ് കളറോ ബ്ലാക്ക് കളറോ ഏത് വേണേലും യൂസ് ചെയ്യാം. ലെഫ്റ്റ് തമ്പിന്റെ ഇംപ്രഷനാണ് നാം ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 കോളം നാം ചെയ്തിട്ട് വേണം എക്സാം സെന്ററിലേക്ക് നാം പോകാനായി.
മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ആണ്. ഇത് എക്സാം സെന്ററിൽ എത്തിയതിനു ശേഷം ഇൻവിജിലേറ്ററിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് നമ്മൾ അവിടെ സൈൻ ചെയ്യേണ്ടത്. സെക്കൻഡ് പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. പ്ലീസ് പേസ്റ്റ് എ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് 4 inch × 6 inch 4 ഇഞ്ചും 6 ഇഞ്ചും സൈസിലുള്ള ഒരു പോസ്റ്റ് കാർഡ് കളർ ഫോട്ടോഗ്രാഫ് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യണം. ആ ഫോട്ടോയിലും താഴെ പേരും എടുത്ത ഡേറ്റും വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. നാം ആപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത സെയിം പാറ്റേണിലുള്ള ഒരു ഫോട്ടോ അവിടെ കൃത്യമായി പേസ്റ്റ് ചെയ്യുക. ഈ പോസ്റ്റ് കാർഡ് സൈസ് തന്നെ വേണം എന്ന് പറയുന്നതിൻ്റെ റീസൺ കൃത്യമായി ആ കാൻഡിഡേറ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവിജിലേറ്റർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയുള്ള കളർ ഒരു ഫോട്ടോഗ്രാഫ് നാം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് പേജിലും സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ ഉണ്ട്, ദെൻ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഉണ്ട്. അതും എക്സാമിനേഷൻ സെന്ററിൽ വെച്ച് നാം ചെയ്യേണ്ടതാണ്. ഇനി ഇതിനുശേഷം നമ്മൾ ഈ ഹാൾ ടിക്കറ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കാണാം. ഈ തേർഡ് പേജ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതെല്ലാം കൃത്യമായി ഓരോ കാൻഡിഡേറ്റ്സും വായിച്ചു നോക്കി മനസ്സിലാക്കി വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ അഡ്മിറ്റ് കാർഡാണ്. സെക്കൻഡായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു വാലിഡേറ്റർ ID പ്രൂഫായി. ഇപ്രാവശ്യം NTA വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫായി പ്രത്യേകം പറയുന്നത് ആധാർ കാർഡാണ്. അപ്പോൾ ആ ആധാർ കാർഡിൽ ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. ആ ഫോട്ടോ ഉള്ള ബാർകോഡുള്ള നമ്മുടെ ആധാർ കാർഡ് എല്ലാ കാൻഡിഡേറ്റ്സും മസ്റ്റായി ക്യാരി ചെയ്യണം എന്ന് തന്നെയാണ് NTA അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അഡ്മിറ്റ് കാർഡും ആധാർ കാർഡുമായി എക്സാം സെന്ററിലേക്ക് പോവുക. ഇതിനോടൊപ്പം ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഇനി എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട പെൻ NTA നമുക്ക് നൽകും. ഇതിനോടൊപ്പം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും റഫ് വർക്ക് ചെയ്ത് നോക്കാനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്യുക. അതിനായി അഡീഷണൽ ഷീറ്റ് ഒന്നും കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല. എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് അഡ്മിറ്റ് കാർഡും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. ആൻസർ ചെയ്ത OMR ഷീറ്റ് അത് എക്സാമിനറെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷമാണ് എക്സാം ഹാളിൽ നിന്ന് നമുക്ക് തിരിച്ചു പോരേണ്ടത്. ഇനി ഇതിനോടൊപ്പം എക്സാം നമുക്കറിയാം 3 hours എക്സാമിനേഷൻ ആണ്. ആ 3 hours എക്സാമിനേഷൻ 180 ക്വസ്റ്റ്യൻസ് കൃത്യമായി മൈനസ് മാർക്ക് ഇല്ലാതെ കറക്റ്റ് ആൻസറുകൾ ചെയ്തുകൊണ്ട് ടൈം മാനേജ് ചെയ്ത് എങ്ങനെ പരീക്ഷ എഴുതാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് ടൈം മാനേജ്മെന്റ് സിസ്റ്റം കൃത്യമായി പാലിച്ചുകൊണ്ട് എക്സാം എഴുതാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി എക്സാമിനേഷൻ എഴുതുന്ന 3 hours ഇൻ ബിറ്റ്വീൻ ടൈമിൽ വാഷ്റൂം യൂസ് ചെയ്യേണ്ട അത്യാവശ്യം വന്നാൽ ഫസ്റ്റ് 1 hourലും ലാസ്റ്റ് 30 minutesലും അതൊരിക്കലും ഇൻവിജിലേറ്റർ അനുവദിക്കത്തില്ല. ബാക്കിയുള്ള ഇൻ ബിറ്റ്വീൻ സമയത്ത് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം. അങ്ങനെ വാഷ്റൂം യൂസ് ചെയ്യാനായി നാം എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ച് എക്സാം ഹാളിലേക്ക് നാം എൻട്രി ചെയ്യണമെങ്കിൽ എല്ലാ ചെക്കിംഗ് പ്രൊസീജിയറിലും ആദ്യം ചെയ്ത എല്ലാ മെത്തേഡുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് നമ്മളെ എൻട്രി ചെയ്യിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ സമയവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി എക്സാമിനേഷൻ തീരുന്നത് നമുക്കറിയാം 5 o'clock. അതിനു മുമ്പായി ഒരു കാൻഡിഡേറ്റിനെയും എക്സാം സെന്ററിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുകയുമില്ല. നമുക്കറിയാം 22 ലക്ഷം പേര് എഴുതുന്ന മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനായ നീറ്റ് എക്സാമിനേഷൻ ഏറ്റവും മികച്ച രീതിയിൽ എഴുതാൻ, ഏറ്റവും ടൈം മാനേജ് ചെയ്ത് എഴുതാൻ, ഏറ്റവും കോൺഫിഡൻസോടെ എഴുതാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ എക്സാമിനേഷനിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡ്രീം ക്യാമ്പസ് ആയ മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസുകൾ തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസകളോടെ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായി നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഹാൾ ടിക്കറ്റ് റിലേറ്റഡ് ആയി, ഇൻസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.